നമുക്കൊരു ഫോൺ കോൾ വരുന്ന സമയത്ത് വേറൊരു ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡിയോ കുറിച്ചെടുക്കേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് പേപ്പറിനും പേനയ്ക്കും വേണ്ടി ഓടേണ്ടി വരും. അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്കിപ്പോൾ വേണ്ടത് കോൾ റൈറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അത് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്നിട്ട് ഈ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോകണം. ഇതിൽ കുറച്ച് പെർമിഷൻസ് എനേബിൾ ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. നേരെ നമ്മൾ പെർമിഷൻസ് ആപ്സിൽ പോയിട്ട് നമ്മുടെ കോൾ റൈറ്റർ ഇതിലുണ്ടാവും, അതെടുക്കണം. എന്നിട്ട് ഇതിൽ പെർമിഷൻസ് എന്നുള്ളതെടുത്ത് ഇത് 3 എനേബിൾ ചെയ്ത് കൊടുക്കണം. അത് ആദ്യം എനേബിൾഡ് ആയിരിക്കില്ല, അപ്പോൾ നിങ്ങളിത് എനേബിൾ ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇത് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഏത് കോൾ വന്നാലും ഇല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്താലും ഈ കോൾ റൈറ്ററിൻ്റെ ഒരു സിമ്പൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കത് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഐഡിയയുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ പറ്റും കോൾ റൈറ്ററിൻ്റെ ലോഗോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡി എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ നിന്ന് പറയുന്നത് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ആദ്യം സ്പീക്കർ മോഡിലാക്കുക. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വരും. അതിൽ നമുക്ക് വേണമെങ്കിൽ നമ്പർ കൈവച്ച് എഴുതിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കീബോർഡിൻ്റെ സൈനുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇമെയിൽ ഐ ഡി ആണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ഒന്നും കൊടുക്കണ്ട. ഇവിടെ ഈ ജസ്റ്റ് ഈ റെഡ് ബട്ടൺ ടച്ച് ചെയ്ത് അത് ക്ലോസ് ചെയ്താൽ മാത്രം മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. നമുക്ക് മുകളിൽ കാണാൻ നോട്ട് സേവ്ഡ് എന്ന് എഴുതി കാണിച്ചേക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കോൾ കട്ട് ചെയ്തിട്ട് ആ നോട്ട് അവിടെ ഉണ്ടോ എന്ന് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഞാൻ കോൾ റൈറ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇപ്പം നമ്മൾ സേവ് ചെയ്യുന്ന ആ വന്ന നമ്പർ, കോൾ വന്ന നമ്പർ അല്ലെങ്കിൽ കോൾ പോയ നമ്പറിലായിരിക്കും, ഇവിടെ അതിൻ്റെ പേരിലായിരിക്കും സേവ് ചെയ്യുന്നത്. പെയിൻറ്റ് നോട്ട്സും ടെക്സ്റ്റ് നോട്ട്സ് എന്നും പറഞ്ഞ് നമുക്കിവിടെ കാണാം. നമ്മൾ കൈവച്ച് റൈറ്റ് ചെയ്തതെല്ലാം പെയിൻറ്റ് നോട്ട്സിലായിരിക്കും വരുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ ഇവിടെ നേരത്തെ എഴുതിയതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി ടെക്സ്റ്റ് നോട്ട്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തത് അവിടെ കാണാം. ഇതാണ് ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത്, അത് നമുക്കിപ്പോൾ ഇവിടെ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇതിൽ നമ്മൾ സേവ് ചെയ്തത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. Google Duo, rated the highest quality video calling app.